നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിവർപൂൾ വീണ്ടും പൊട്ടി. ഇത്തവണ EFL കപ്പിൻ്റെ 4th റൗണ്ടിലാണ് ക്രിസ്റ്റൽ പാലസിനോട് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പൊട്ടി അവർ പുറത്തായിരിക്കുന്നത്. ഇപ്പോൾ 3 മാസത്തിനിടയിൽ 3 കോമ്പറ്റീഷനുകളിലായിട്ട് ലിവർപൂൾ ക്രിസ്റ്റൽ പാലസിനോട് പുറത്തായിരിക്കുകയാണ്. പുറത്താവുക എന്നല്ല, തോറ്റിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഷീൽഡിൽ 2-2 സമനില, പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 ക്രിസ്റ്റൽ പാലസ് ജയിച്ചു. പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ 2-1 ക്രിസ്റ്റൽ പാലസ് ജയിച്ചു. ഇപ്പോഴിതാ EFL കപ്പിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസ് വിജയിച്ച് ലിവർപൂളിനെ പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സാറിന് എന്ത് ലിവർപൂൾ എന്നാണ്. ഇസ്മായിൽ സാർ ഓഗസ്റ്റ് 10 കമ്മ്യൂണിറ്റി ഷീൽഡിൽ ലിവർപൂളിനെതിരെ ഗോളടിച്ചു. സെപ്റ്റംബർ 27 പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരെ സ്കോർ ചെയ്തു. ഇത് ഒക്ടോബർ 29 2 ഗോളുകളാണ് ലിവർപൂളിനെതിരെ EFL കപ്പിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ലിവർപൂളിനെതിരെ ക്രിസ്റ്റൽ പാലസ് സ്വന്തമാക്കുകയും ചെയ്തു. സാറിനെ കൂടാതെ പിനോയാണ് അവരുടെ ശേഷിക്കുന്ന ഗോൾ കണ്ടെത്തിയത്. ശരിയാണ്, പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ പുറത്തിരുത്തി ഒക്കെ കളിക്കാൻ ഇറങ്ങിയതാണ് ലിവർപൂൾ. പക്ഷേ ഒരു ടൂർണമെൻറ്റിൽ നിന്നാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. കളിയുടെ 41ാമത്തെ മിനിറ്റിൽ ഇസ്മായിൽ സാറിലൂടെ ക്രിസ്റ്റൽ പാലസ് ലീഡെടുക്കുന്നു. 45ാമത്തെ മിനിറ്റിൽ 2ാമത്തെ ഗോളും അദ്ദേഹം നേടുന്നു. ഒടുവിൽ പിനോ 88ാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം ക്രിസ്റ്റൽ പാലസ് സ്വന്തമാക്കി. ലിവർപൂളിൻ്റെ കഷ്ടകാലം തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്നലെ ആഴ്സണൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ബ്രൈറ്റണെ പരാജയപ്പെടുത്തിയപ്പോൾ സ്വാൻസി സിറ്റിയെ 3-1 മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. വോൾസിനെ 3-4 ചെൽസി തോൽപ്പിച്ചു. ന്യൂകാസിൽ യുണൈറ്റഡ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ടോട്ടനാമിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ EFL കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ തീരുമാനമായിട്ടുണ്ട്. ആരോടൊക്കെയാണ് ക്വാർട്ടറിൽ ഏറ്റുമുട്ടുക എന്ന് നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ക്വാർട്ടറിലെ എതിരാളികൾ ബ്രെൻഫോർഡാണ്. ആഴ്സണലുമായിട്ടാണ് ക്രിസ്റ്റൽ പാലസിൻ്റെ കളി. കാർഡിഫ് സിറ്റിക്കെതിരെയാണ് ചെൽസി കളിക്കുന്നതെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ എതിരാളികൾ ഫുൾഹാമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.